ഇന്നലെ ഉദ്ഘാടന ദിവസമായിരുന്നു. ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് CPM-ന്റെ സംസ്ഥാന സമ്മേളനം കടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ബ്രീഫിംഗ് നടത്തിയിരുന്നു. ഇന്നും വൈകുന്നേരം അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നയരേഖയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയുണ്ട്. വികസന കേരളത്തെ സംബന്ധിച്ച പാർട്ടി വഴികൾ എന്ന നിലയിൽ വന്ന ആ നയരേഖയുടെ വിജയമാണ് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ പുതുവഴികൾ എങ്ങനെയൊക്കെ എന്നതിനെ സംബന്ധിച്ചുള്ള നയരേഖ മുഖ്യമന്ത്രിക്ക് തന്നെ അവതരിപ്പിക്കാൻ ആ വിജയം കൊണ്ടാണ്, ആ സാധ്യത കൊണ്ടാണ് രണ്ടാം നയരേഖ അവതരണം ഇന്നലെ അവസാനിച്ചത്. അതിനെ തുടർന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ വളരെ കൃത്യമായി വളരെ വിശദമായി തന്നെ അക്കാര്യങ്ങളൊക്കെയും സംസാരിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ അദ്ദേഹം അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് 20 ലക്ഷം പേർക്ക് അടുത്ത ഒരു വർഷം കഴിയുന്നതോടെ തൊഴിൽ ഉറപ്പാക്കാൻ കഴിയും വിധത്തിലുള്ള വളരെ ശ്രമകരമായ അതിതീവ്ര പരിശ്രമത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നത്. ഇപ്പോൾ തന്നെ ഒരു 10 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു. അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 10+10 20 ലക്ഷം എന്നുള്ളതാണ്. അതിനനുബന്ധമായ നിലയിൽ നമ്മുടെ വ്യാവസായിക അന്തരീക്ഷം മാറുന്നു, കൂടുതൽ നിക്ഷേപം വരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും വിവരവും തന്നെയാണ്. എന്താണ് ഈ നവകേരള നയരേഖ, എന്ത് ദിശാബോധം നൽകുന്നു എന്നൊരു ചോദ്യം വന്നാൽ 20 ലക്ഷം പേർക്ക് കേരളത്തിൽ ജോലി നൽകുന്ന വിധത്തിലേക്കുള്ളൊരു അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനെ നയിക്കുന്ന ആ പാർട്ടിയും ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. സമഗ്രമായി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒന്ന് കേൾക്കാം. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് സാധിക്കും. 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് സംരംഭ പ്രവർത്തനത്തിലൂടെ, മറ്റൊന്ന് വിവിധ വ്യാവസായിക ശൃംഖലകളും എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയും. അതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ IT മേഖല ഉൾപ്പെടെ ഇപ്പോൾ ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരു 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ബാക്കി ഈ വരുന്ന 1.25 കൊല്ലം കൊണ്ട് അതിതീവ്രമായ ഒരു പരിശ്രമത്തിലൂടെ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതായത് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി ഈ നയരേഖ അത് അടക്കം ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു വെക്കാവുന്നതാണ്. കേരളം ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളം മാറപ്പെട്ടിട്ടുണ്ടോ, ആ മാറ്റത്തിലേക്കാണോ കേരളം പോകുന്നത് എന്നുള്ളത് വരും കാലങ്ങളിലെ ചർച്ചകളാണ്. ഇത് പറയാൻ കാര്യം വിനുഷ, 2016 ഇടത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ പരിശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ നിലച്ചുപോയ പദ്ധതികൾ പുനരെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ദേശീയപാത വികസനം, ഗെയില്, അങ്ങനെ ഓരോന്നും, മെട്രോ മുന്നോട്ട് കൊണ്ടുപോയി, കൊച്ചി മെട്രോ മുന്നോട്ട് കൊണ്ടുപോയി, അത് കഴിഞ്ഞ് വാട്ടർ മെട്രോയിലേക്ക് വന്നു. ഇങ്ങനെ ഓരോ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ വ്യാവസായിക നിക്ഷേപ അന്തരീക്ഷം മാറ്റുന്നു. അങ്ങനെ ആ ഒരു വിജയകരമായ പാതയിൽ അടുത്തതെന്ത്, അതാണ് ഈ നയരേഖ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ജനങ്ങൾക്ക് മുമ്പാകെ വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചെയ്ത കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് അത് വളരെ കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. അതിലാണ് 20 ലക്ഷം തൊഴിൽ വരുന്ന ഒരു വർഷം കൊണ്ട്, അതായത് ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിനനുബന്ധമായി സഹായകരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെടുത്താനായിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ അവതരിപ്പിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.